ദൈവസ്നേഹം എല്ലാം ക്ഷമിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം ദൈവസ്നേഹമാണ്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് സ്നേഹമുണ്ട്. അതൊരു ബന്ധമാണ്. ആ ബന്ധം ശക്തമാണ്. നിങ്ങളൊരമ്മയാണെങ്കിൽ, നിങ്ങളൊരപ്പനാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ട്. ആ സ്നേഹം ശക്തമാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നിങ്ങൾ ആ തെറ്റുകൾ പരസ്യമാക്കില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ട്. എത്ര തെറ്റ് ചെയ്താലും നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ മറ്റൊരാൾ കടന്നു വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ, നിങ്ങളുടെ ചോരയിൽ നിന്നും വന്ന കുഞ്ഞിനെ പോലെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. സ്നേഹിക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തും. നമ്മുടെ ഭാഗം ന്യായീകരിക്കുകയും നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്യും. സ്വന്തം കുഞ്ഞിൻ്റെ വിഷയത്തിൽ അത് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് നമ്മുടെ മക്കളോട് സ്നേഹമുണ്ട്. എത്ര തെറ്റ് ചെയ്താലും നമ്മുടെ മക്കളോടൊരു സ്നേഹം പുറത്തു വരും. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു സ്നേഹം നിലനിൽക്കുമ്പോഴാണ് തിരുവചനം പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിനും അങ്ങനെ തന്നെയാണ്. തൻ്റെ മക്കളോട് വലിയ സ്നേഹമാണ്. ദൈവം എല്ലാവരോടും ക്ഷമിച്ചു. എല്ലാവരുടെയും പാപം ചുമന്നു. എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതൊരു വലിയ സ്നേഹമാണ്. ഈ ഭൂമിയിൽ ഒരപ്പനും അമ്മയും അങ്ങനെ സ്നേഹിക്കില്ല. മരണം ഏറ്റെടുക്കത്തില്ല, പകരമായി മരിക്കത്തില്ല. അത് ദൈവസ്നേഹമാണ്. അത് സ്പെഷ്യലാണ്. അത് ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമാണ് എല്ലാം ക്ഷമിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ട്. അത് എല്ലാ വീട്ടിലും ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ വന്ന മകളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളിൽ ഇപ്പോഴുള്ള സ്നേഹം പോരാ. നിങ്ങളിൽ ദൈവസ്നേഹം നിറയേണ്ടതുണ്ട്. ദൈവസ്നേഹമാണ് എല്ലാവരെയും ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാവരോടും ദയ കാണിക്കുന്ന സ്നേഹം. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും? നമുക്ക് വേണ്ടത് ആ സ്നേഹമാണ്. ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ വരുമ്പോൾ അത് നാം മറയ്ക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, സഹോദരങ്ങളുടെ ജീവിതത്തിലും വരുന്ന കുറ്റങ്ങളെ മറയ്ക്കാൻ, ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നത് ദൈവസ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് ദൈവസ്നേഹത്തിന് വേണ്ടി കൊതിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.